പ്രത്യക്ഷമായി തന്നെ ബിജെപിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ തണലിലായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനമെന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുന്നതാണ് മോദി സർക്കാർ അവതരിപ്പിച്ച ആദ്യത്തെ പൊതുബജറ്റ്. ഭാരതീയ ജനസംഘം സ്ഥാപക നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയുടെയും മറ്റൊരു നേതാവ് ദീൻദയാൽ ഉപാധ്യായയുടെയും പേരിൽ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ രാജീവ് ഗാന്ധിയുടെ പേരിലുണ്ടായിരുന്ന വൈദ്യുത പദ്ധതിയാണ് പേരുമാറ്റി ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീണ ജ്യോതി പദ്ധതിയായി വരുന്നത്. ഗുജറാത്തിൽ നരേന്ദ്രമോദി സർക്കാർ ആരംഭിച്ച സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമാ നിർമ്മാണ പദ്ധതി പൂർത്തീകരിക്കാൻ 200 കോടി രൂപയാണ് കേന്ദ്ര ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. മോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ വ്യാപാര പരിപോഷണ കേന്ദ്രം സ്ഥാപിക്കും. ഗംഗാ ശുചീകരണത്തിന് 2037 കോടി രൂപ, ഹിമാലയൻ പൈതൃക സംരക്ഷണം എന്ന പേരിൽ ചാർധാം സംരക്ഷണത്തിനായി പ്രത്യേക പദ്ധതി എന്നിവ ബജറ്റിൽ പ്രഖ്യാപിച്ചു. മറ്റു പരിസ്ഥിതി പ്രശ്നങ്ങളെയും മലിനമായ നദികളെയും പാടെ അവഗണിക്കുമ്പോഴാണിത്. കാശ്മീരി പണ്ഡിറ്റുകളെ പുനരധിവസിപ്പിക്കുന്നതിനായി 500 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. രാജ്യത്ത് വർഗീയ കലാപങ്ങളും വംശഹത്യകളും നടന്ന സ്ഥലങ്ങളിലെ ഇരകളെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ മൗനം പാലിക്കുമ്പോഴാണ് ഈ നടപടി. കാശ്മീരിൻ്റെ ഒരു സ്വതന്ത്ര നിലപാട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും അവിടുത്തെ ഒരു സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടിയിട്ടും അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നിട്ടുള്ള കാശ്മീരി പണ്ഡിറ്റുകളെ തിരിച്ചു കൊണ്ടുപോയി അവിടെ പുനരധിവസിപ്പിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് ചുമതല തന്നെയാണ്, നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ കാശ്മീർ പണ്ഡിറ്റുകൾ മാത്രമല്ല പുനരധിവസിപ്പിക്കേണ്ടതായിട്ടുള്ളത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കലാപങ്ങൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓടിപ്പോകാൻ നിർബന്ധിതരായ ഹതഭാഗ്യരായ ലക്ഷക്കണക്കിന് ആളുകൾ മറ്റു സംസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ചിന്നിച്ചെതിരെ കഴിയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര, ഹരിയാന, ജമ്മു കാശ്മീർ, ഡൽഹി, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളെ ബജറ്റിൽ പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ബീഹാറിലും IIM, ഡൽഹിയിൽ ജലവിതരണത്തിന് 500 കോടി, വൈദ്യുതിക്ക് 200 കോടി, ജമ്മുവിൽ IIT എന്നിങ്ങനെ പോകുന്നു പ്രഖ്യാപനങ്ങൾ. റെയിൽവേ ബജറ്റിലും നരേന്ദ്രമോദിയുടെ ഗുജറാത്തിനും സദാനന്ദ ഗൗഡയുടെ കർണാടകയ്ക്കും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നു. അടിസ്ഥാന വിഭാഗങ്ങൾക്ക് ഗുണമേകുന്നതിനോ വിലക്കയറ്റം തടയുന്നതിനോ ആവശ്യമായ മാറ്റങ്ങളൊന്നും നികുതി ഘടനയിൽ വരുത്തിയിട്ടില്ല. എന്നാൽ വ്യവസായ മേഖലയെ തലോടാൻ അരുൺ ജെയ്റ്റ്ലി മറന്നതുമില്ല. പാർലമെന്റിന് മുന്നിൽ നിന്ന് ക്യാമറമാൻ സനോജ് കുമാർ ബേപ്പൂരിനോടൊപ്പം TK ഹരീഷ്, മീഡിയ 1.